മുല്ലപ്പെരിയാർ നമ്മുടെ മുൻപിലേക്ക് ഒരു പേടി സ്വപ്നം പോലെ തന്നെ എത്താറുണ്ട്. ഏതായാലും ഇത്തരത്തിലൊരു പ്രഖ്യാപനം വന്നപ്പോൾ സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങൾ വരുന്നുണ്ട്. പ്രതിഷേധങ്ങൾ അത് തമിഴ്നാട് സർക്കാരിന് മുൻപിൽ അവതരിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പുതിയ ഡാം നിർമ്മിക്കുകയാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അത് കൃത്യമായി തമിഴ്നാട് സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയും അവരെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട്. കോൺഗ്രസ് കൂടി പങ്കാളിയായ സർക്കാരാണല്ലോ അവിടെ ഭരിക്കുന്നത്. ഇപ്പോൾ CBC ജോസഫ് കൂടി എന്നോടൊപ്പം ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. ഈ ആശങ്കയും മലയോര മേഖലയുടെ ആശങ്കയും മറ്റു വിവരങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനായി. സിബി, ഗുഡ് മോർണിംഗ്. സിബി, തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനം അത് മലയോര മേഖലയെ, ഇടുക്കി ജില്ലയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇടുക്കി ജില്ലയെ മാത്രമല്ല, കേരളത്തെ മുഴുവൻ അത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട മലയോര മേഖലയിൽ ഉയർന്നു വരുന്നു. സംസ്ഥാന സർക്കാർ ആ പ്രതിഷേധത്തെ ഉൾക്കൊണ്ട് ഇത് തമിഴ്നാട് സർക്കാരിനെ അറിയിക്കാനുള്ള വല്ല നീക്കത്തിലോട്ടും പോകുന്നുണ്ടോ? മനു, നിലവിൽ അത്തരം നീക്കങ്ങളിലേക്ക് പോകുന്നതായി നമുക്ക് വിവരമല്ല. എന്തായാലും ഇന്നലെയാണ് തമിഴ്നാട്ടിലെ ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ ഈ മുല്ലപ്പെരിയാറിൻ്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന ഒരു കാര്യം കൂടുതൽ പ്രഖ്യാപിക്കുന്നത്. നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും വിജയുടെ പാർട്ടിയായ TVKയുടെ ഒരു പ്രഖ്യാപിത നയമായിരുന്നു മുല്ലപ്പെരിയാർ പരമാവധി സംരക്ഷണ ശേഷി എന്ന് പറയുന്നത്, സംഭരണ ശേഷി എന്ന് പറയുന്നത് അവിടെ 152 അടിയാണ്. ആ 152 അടി വരെ ഉയർത്തും എന്നുള്ളതായിരുന്നു തമിഴ്നാട്ടിൽ വിജയുടെ പാർട്ടിയുടെ ഒരു പ്രഖ്യാപനം. എന്തായാലും അവർ അധികാരത്തിലെത്തിയ ശേഷം ആദ്യ ബജറ്റിൽ തന്നെ ഈ തമിഴ്നാട്ടിലെ ഈ മുല്ലപ്പെരിയാർ വിഷയം കൃത്യമായി ഇടം പിടിച്ചിരിക്കുകയാണ്. 142 അടിയാക്കി ഉയർത്തുമെന്നുള്ളത് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. പക്ഷേ എന്തായാലും 142-അപ്പുറമായി മുല്ലപ്പെരിയാറിൽ അണക്കെട്ടിലെ ഈ ജലനിരപ്പ് ഉയർത്തുമെന്നുള്ളൊരു വലിയ പ്രഖ്യാപനം നടത്തുമ്പോൾ സ്വാഭാവികമായും അത് പ്രത്യേകിച്ച് ഈ മലയോര ജനതയെ മാത്രമല്ല, പെരിയാറിൻ്റെ തീരദേശവാസികൾ എല്ലാ നിലയും ആശങ്കപ്പെടുത്തുന്നതാണ്. വളരെ കുറേ നാളുകളായി നമുക്കറിയാം മുല്ലപ്പെരിയാറിൻ്റെ ബലക്ഷയം സംബന്ധിച്ചൊക്കെ ചർച്ചകൾ നിരവധിയായി ഉണ്ട്. കഴിഞ്ഞ എല്ലാ മഴക്കാലത്തും വലിയ രീതിയിൽ എല്ലാ ഡാമുകളും വെള്ളം നിറയുമ്പോഴൊക്കെ ഈ ചർച്ചകൾ സജീവമാകുകയും അവരുടെ ഉത്കണ്ഠയും ആശങ്കയും ഒക്കെ പിന്നീട് പറയുന്നതൊക്കെ നമുക്ക് കേൾക്കുകയും, അതോടൊപ്പം തന്നെ നമുക്കറിയാം 130 വർഷം പഴക്കമുള്ള ഡാമാണ് മുല്ലപ്പെരിയാർ. അന്ന് സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ഡാമിന് 10-60 വർഷമൊക്കെയാണ് കാലാവധി പറയുന്നത്. ഇപ്പോൾ 130 വർഷം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ ആശങ്ക ഒരിക്കലും നമുക്ക് കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ മുല്ലപ്പെരിയാറിൽ ഇത്തരത്തിൽ ജലനിരപ്പ് വീണ്ടും ഉയർത്തുമെന്ന് തമിഴ്നാട് സർക്കാർ ഒരു ധനമന്ത്രി തന്നെ തൻ്റെ ബജറ്റിൽ പ്രഖ്യാപിക്കുമ്പോൾ, മാത്രമല്ല ഈ TVK സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനത്തിലും ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അത് നടപ്പാക്കാൻ പോകുന്നെന്ന് കൃത്യമായി പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ ആശങ്കയുണ്ട്. മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതിക്ക് ഇന്നലെ തന്നെ രംഗത്ത് വരികയും ഇതിൽ സംസ്ഥാന സർക്കാർ, ഇപ്പോഴത്തെ പുതിയ സർക്കാർ കൃത്യമായി ഇടപെടണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ മെല്ലെപ്പോക്കും നയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരെ രൂക്ഷമായ വിമർശനവും UDF സർക്കാരിനെതിരെ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം തന്നെയും ഈ ഇത്തരത്തിൽ ഒരു വിദഗ്ധ സമിതി നിയോഗിച്ചിരുന്നു. കേരളം ആദ്യം വിദഗ്ധ സമിതി നിയോഗിച്ചപ്പോൾ ആ വിദഗ്ധ സമിതി കേന്ദ്ര സർക്കാരിൻ്റെ വിദഗ്ധ സമിതിയിൽ കേരളത്തിൻ്റെ പ്രതിനിധി ഇപ്പോഴില്ല. മറിച്ച് അദ്ദേഹം തമിഴ്നാടിൻ്റെ പ്രതിനിധിയെ മാറുന്നൊക്കെ വലിയ വിവാദമാകുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. പിന്നീട് കേരളത്തിൻ്റെ പ്രതിനിധിയെ ഈ വിദഗ്ധ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ കാര്യത്തിലൊക്കെ തന്നെ ഒരു അടിയന്തരമായ നടപടി, യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞിരിക്കുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്നുള്ളതാണ് കേരളത്തിൻ്റെ നിലപാട്. അത് നേരത്തെയും LDFയുടെ നിലപാടും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സുരക്ഷ, തമിഴ്നാടിൻ്റെ വെള്ളം എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കേരളത്തിൻ്റെ നിലപാടുമായി മുന്നോട്ട് പോയത്. അത് ഒന്നുകൂടി സജീവമായി ചർച്ചയാക്കി മാറ്റുകയാണ് ഇപ്പോൾ ഈ വിഷയം. പ്രത്യേകിച്ച് ഇടുക്കി ജില്ല മാത്രമല്ല, നമുക്കറിയാം ഒരു മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്തരം ഡാമുകളൊക്കെ ഒരു ബലക്ഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ജലബോംബ് പോലെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു ജില്ലയെ മാത്രമല്ല ഇടുക്കിയെയും അതോടൊപ്പം തന്നെ കോട്ടയം, ആലപ്പുഴ, എറണാകുളം അടക്കമുള്ള 5ഓളം ജില്ലകളെ സാരമായി പൂർണ്ണമായി ബാധിക്കുമെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ ആശങ്ക ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇത്തരത്തിലൊരു ധനമന്ത്രി തന്നെ ഒരു ബജറ്റിൽ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും അതുകൊണ്ടാണ് ആശങ്ക ഉയരുന്നത്. 2014 സുപ്രീം കോടതി 142 അടി വരെ ഇത്തരത്തിൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്താമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും 136 എന്ന രീതിയിൽ ഒരു നിജപ്പെടുത്തി പോവുകയായിരുന്നു. പക്ഷേങ്കിലും മഴക്കാലമാകുമ്പോൾ നമുക്കറിയാം 2018 ആ പ്രളയകാലത്തൊക്കെ മുല്ലപ്പെരിയാറിൽ നിന്നും എത്രത്തോളം ജലനിരപ്പ് ഉയരുകയും ആ വെള്ളമൊക്കെ പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ താഴെയുള്ള ഇടുക്കി ഡാമും കൂടാതെ കല്ലാറടക്കമുള്ള എല്ലാ ഡാമുകളിലും ജലനിരപ്പ് ഉയരുകയും ഇതെല്ലാം തന്നെ ഒരുമിച്ച് തുറന്നു വിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല കനത്ത മഴ അന്ന് പെയ്തു. വൃഷ്ടിപ്രദേശങ്ങളൊക്കെ കനത്ത മഴ പെയ്യുകയും പിന്നീട് വലിയ രീതിയിൽ ആ കനത്ത മഴയെ തുടർന്ന് പ്രളയം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിലൊക്കെ മുന്നോട്ട് പോകുന്നൊരു ആശങ്ക നമ്മുടെ മുമ്പിൽ ചില യാഥാർത്ഥ്യങ്ങളും അനുഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുല്ലപ്പെരിയാറിലെ ഈ വിഷയത്തിൽ തമിഴ്നാട് സർക്കാർ ഇത്തരത്തിലൊരു നിയമസഭ തന്നെ ഒരു ബജറ്റിൽ ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടാൻ
മാറ്റുമ്പോൾ സ്വാഭാവികമായും ഈ മലയോര ജനതയെയും ഈ പെരിയാർ തീർച്ചയായും തീരദേശ ആശങ്ക വാസികൾക്ക് സ്വാഭാവികമാണ് സിബി. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതിന്റെ ചോട്ടിൽ ജീവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുകയുള്ളൂ.